ഞാൻ ഇന്നൊരു സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിലുള്ള മണി പ്ലാന്റിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. ഞാനൊരു സ്റ്റോറി ടെല്ലറാണെന്ന് എൻ്റെ ഫ്രണ്ട്സാണ് എന്നോട് പറയുന്നത്. ചിലർ എന്നെ കാണുമ്പോൾ ഓടിപ്പോവും. അവർ പറയുന്നത് അവർ പറയാൻ നിന്നാലും എനിക്കത് ലിങ്ക് ചെയ്തൊരു സ്റ്റോറി കാണുമെന്ന്. ഞാനിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? എനിവേ, ഞങ്ങളുടെ മണി പ്ലാന്റിൻ്റെ സ്റ്റോറി പറയാം. മണി പ്ലാന്റ് വീട്ടിലുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കതല്ല കേട്ടോ പറയാനുള്ളത്. 17 ഇയേഴ്സ് മുന്നേ ഞാൻ ആരനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ദുബായ് വെച്ച് തോന്നി, എനിക്ക് ഭയങ്കര ബോറടിച്ചിട്ട് ഇങ്ങനെ ഈ ഡെസേർട്ട് എല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു മരക്കഷ്ണമെങ്കിലും കണ്ടാൽ മതിയെന്ന്. അപ്പം ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്ത് വെച്ച് അവനൊരു ഹോട്ടലിൽ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തരാൻ പറ്റത്തില്ല, സ്റ്റെമ്മൊന്നും തരാൻ പറ്റത്തില്ല. നമ്മളാണെങ്കിൽ ഇത് വാങ്ങിക്കുമ്പം നാട്ടിൽ വെറുതെ പറമ്പിലൊക്കെ വളരുന്ന സാധനം ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്, ദറംസ് കൊടുത്ത് വാങ്ങിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വിഷമം വരും. ഫൈനലി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു മണി പ്ലാന്റ് വാങ്ങി തന്നു. അത് നന്നായിട്ട് വളർന്നു. ആ വളർന്നതിൻ്റെ ഒരു സ്റ്റെം ഞാനിവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ എവിടെ വെച്ചാലും ഈ സാധനം വളരാറുണ്ട്. പക്ഷേ ചില കൂട്ടുകാരൊക്കെ എന്നോട് പറയും അവരൊത്തിരി ഇതിനെക്കുറിച്ച് തിരക്കിയിട്ടും അവർക്ക് കിട്ടിയിട്ടില്ലെന്ന്. വെറുതെ ഇങ്ങനെ വളർന്ന് കുറച്ച് സ്റ്റെം ഇങ്ങനെ നീണ്ടു വരുമ്പം ഞാനൊരു കാണാൻ രസത്തിന് അതെടുത്ത് വെറുതെ ഒരു ബോട്ടിലിലോ വെള്ളത്തിലോ ഒക്കെ ഇടുമ്പോൾ അതിൽ നിന്നാണെങ്കിൽ ആ സ്റ്റെം ഇങ്ങനെ വളരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ എന്നോട് ചോദിക്കും. അങ്ങനെ 3-4 ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ നിന്ന് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. എനിവേ, ഇത് വളർത്തുന്നതിന് നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ മണി പ്ലാന്റ് സ്റ്റോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.